കോൺഗ്രസിന്റെ മോഹങ്ങൾക്ക് അന്ത്യം കുറിച്ച് ഇന്നലെ പുലർച്ചെ അധികാരമേറ്റ ഗോവയിലെ പ്രമോദ് സാവന്ത് മന്ത്രിസഭ നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നേടി 36 അംഗ നിയമസഭയിൽ 20 അംഗങ്ങളുടെ പിന്തുണ നേടിയാണ് ബിജെപി സർക്കാർ ആദ്യ കടമ്പ പിന്നിട്ടത്. 21 പേരുടെ പിന്തുണ സർക്കാരിനുണ്ടെന്നായിരുന്നു ബിജെപിയുടെ അവകാശവാദം. പ്രോടൈം സ്പീക്കർ മൈക്കൽ ലോബോ വോട്ട് ചെയ്തില്ല. കോൺഗ്രസിന് 14 പേരുടെ പിന്തുണ ലഭിച്ചു. ചില അംഗങ്ങൾ ബിജെപിയിലേക്ക് കൂറുമാറുന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് ഉണ്ടായില്ല. NCP അംഗങ്ങളുടെ പിന്തുണയും കോൺഗ്രസിന് ലഭിച്ചിരുന്നു. മനോഹർ പരീക്കർക്ക് ശേഷം ഗോവയിൽ ബിജെപി ഭരണ തുടർച്ച ഉറപ്പാക്കിയത് 28 മണിക്കൂർ നീണ്ട നാടകീയ നീക്കങ്ങൾക്കൊടുവിലായിരുന്നു. RSS ബന്ധമുള്ള ഡോക്ടർ പ്രമോദ് സാവന്തിനെ നിയമസഭാ കക്ഷി നേതാവായി ബിജെപി കണ്ടെത്തിയെങ്കിലും സഖ്യകക്ഷികളും സ്വതന്ത്രരും ആദ്യം അംഗീകരിച്ചിരുന്നില്ല. ഒടുവിൽ ഒട്ടേറെ നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് അമിത്ഷാ ഇടപെട്ട് 2 ഉപമുഖ്യമന്ത്രി പദം അംഗീകരിച്ചപ്പോഴേക്കും തിങ്കളാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. സഖ്യകക്ഷികളുടെ കത്തുമായി പ്രമോദ് സാവന്ത് രാജ്ഭവനിൽ എത്തുന്നത് രാത്രി 12:30ഓടെയാണ്. നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ പുലർച്ചെ 2:48 സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്യത്ത് അർദ്ധരാത്രിക്ക് ശേഷം ഒരു സർക്കാർ അധികാരമേറ്റത്. മുഖ്യമന്ത്രിയായി സാവന്ത്, ഉപമുഖ്യമന്ത്രിയായി ദാവലിക്കറും സർദേശായിയും സത്യപ്രതിജ്ഞ ചെയ്തു. ഞായറാഴ്ച മുഖ്യമന്ത്രി മനോഹർ പരീക്കർ നിര്യാതനായതിന് തൊട്ടു പിന്നാലെ അടുത്ത മുഖ്യമന്ത്രിക്കായി ചൂടുപിടിച്ച ചർച്ചകളാണ് ഗോവയിൽ നടന്നു പോന്നിരുന്നത്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് MLA-യുമായ ദിഗംബർ കാമത്തിനെ അടർത്തിയെടുത്ത് മുഖ്യമന്ത്രിയാക്കാൻ ബിജെപി ശ്രമിച്ചെങ്കിലും അത് വിജയകരമായിരുന്നില്ല. ഞായറാഴ്ച വൈകിട്ട് ഗോവയിലെത്തിയ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി MGP-യുമായും GFP-യുമായും ഇന്നലെ വെളുക്കുവോളം ചർച്ച നടത്തിയിരുന്നു. എന്നിട്ടും തീരുമാനത്തിലെത്താൻ സാധിച്ചിരുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തിനായിരുന്നു ഇരു കക്ഷികളും പിടിവാശി പിടിച്ചത്. പിന്നീടാണ് പ്രമോദ് സാവന്തിനെ അംഗീകരിക്കുന്നതും. BJP അധ്യക്ഷൻ അമിത്ഷായുടെ ഇടപെടലാണ് ഫലം കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് പരീക്കറിന്റെ സംസ്കാര ചടങ്ങിന് ശേഷം അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ 2 ഉപമുഖ്യമന്ത്രിമാർ എന്ന ഫോർമുല രംഗത്ത് കൊണ്ടുവരികയായിരുന്നു. 40 അംഗ സഭയിൽ BJP-ക്ക് 12ഉം MGP-ക്കും GFP-ക്കും 3 അംഗങ്ങൾ വീതമാണുള്ളത്. 3 സ്വതന്ത്രന്മാരും സർക്കാരിനെ പിന്തുണച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് 7 മണിയോടെ സംസ്ഥാന BJP അധ്യക്ഷൻ വിനയ് തെണ്ടുൽക്കറാണ് പ്രമോദ് സാവന്തിന്റെ പേര് പ്രഖ്യാപിച്ചത്. BJP-ക്ക് സഭയിൽ ഭൂരിപക്ഷം നഷ്ടമായി എന്നും സർക്കാർ ഉണ്ടാക്കാൻ തങ്ങളെ ക്ഷണിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് നിയമസഭാംഗങ്ങൾ ഗവർണർ മൃദുല സിൻഹയ്ക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു. സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിക്കാത്തതോടെ രാജ്ഭവനിൽ നേരിട്ടെത്തി കാണുകയും ചെയ്യുകയായിരുന്നു. 14 MLA-മാരുള്ള കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. എങ്കിലും വിശ്വാസ വോട്ടെടുപ്പ് നേടി 36 അംഗ സഭയിൽ 20 അംഗങ്ങളുടെ പിന്തുണ നേടി BJP സർക്കാർ ആദ്യ കടമ്പ പിന്നിട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.